ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൈം ഫ്രെയിം. കഴിഞ്ഞ ദിവസം ഒരു അപ് ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കാം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡാണ് മാർക്കറ്റെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് മനസ്സിലാക്കാമെന്ന് നോക്കാം. മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ആ ലോവിനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും ഒരു പുൾ ബാക്ക് തന്നു, വീണ്ടും ആ ലോവിനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും ഒരു പുൾ ബാക്ക് തന്നു, വീണ്ടും ആ ലോവിനെ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ഇവിടെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പുൾ ബാക്ക് തരുന്നുണ്ട്. പുൾ ബാക്ക് തരുന്ന സമയത്ത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും, പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്യാതെയാണ് തിരിച്ച് പുൾ ബാക്ക് വരുന്നത്. ഇവിടെ ഈ ലോ ബ്രേക്ക് ചെയ്ത സമയത്തും തിരിച്ചിവിടെ നിന്ന് പുൾ ബാക്ക് തന്നു, പക്ഷേ ഈ ഹൈ മാർക്കറ്റ് അപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നിന്നൊരു ബ്രേക്ക് തന്നു, ഇപ്പോഴും പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡിലോട്ട് പോകുന്നതിനാണ് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇങ്ങനെ ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതിനെ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റാന്ന് പറയും. മാർക്കറ്റ് ലോവർ ലോസും ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് വരുന്നതിനെ ബിയറിഷ് മാർക്കറ്റാന്ന് പറയും. ഇത് നമുക്കൊരു ചാർട്ടിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, ഈ ഹൈ ഇങ്ങനെ ഇവിടെ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് ഈ ലോയിലോട്ട് വന്നിട്ടില്ല, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പുൾ ബാക്ക് തന്നു, ഈ ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്തു, വീണ്ടും ഒരു പുൾ ബാക്ക് തന്നു. ഇങ്ങനെ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് ഹൈസ് ബ്രേക്ക് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ കാണാം, ഹൈ ക്രിയേറ്റ് ചെയ്തു, ആ ഹൈ ബ്രേക്ക് ചെയ്ത് വേറെ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു പുൾ ബാക്ക് വന്നു, വീണ്ടും ആ ഹൈ ബ്രേക്ക് ചെയ്തു, വീണ്ടും ഒരു പുൾ ബാക്ക് വന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിനെയാണ് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡൗൺ ട്രെൻഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തു, ഈ ലോ ബ്രേക്ക് ചെയ്തു, ഈ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു പുൾ ബാക്ക് വന്നു, പിന്നെ ആ ക്രിയേറ്റ് ചെയ്ത ലോ വീണ്ടും ബ്രേക്ക് ചെയ്തു, പിന്നെ വീണ്ടും ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് വന്നു. ഇങ്ങനെ ലോസ് ക്രിയേറ്റ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് സീക്വൻസ് ആയിട്ട് ഡൗൺ സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്.